തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കുന്നത്തുനാട്ടിൽ കോൺഗ്രസിന് തലവേദനയായി PV സജീന്ദ്രനെതിരായ ഭക്ഷ്യക്കിറ്റ് അഴിമതി ആരോപണം. CSR ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ കിറ്റ് വിതരണം ചെയ്യാതെ മാറ്റിയെന്നാണ് ആരോപണം. സംഭവത്തിൽ പരാതി പരിശോധിച്ച് വിജിലൻസ് കേസെടുത്തിരുന്നു. ഭക്ഷ്യധാന്യങ്ങൾ മണ്ഡലത്തിൽ വിതരണം ചെയ്തിട്ടില്ലെന്ന വിവരാവകാശ മറുപടി ലഭിച്ചതോടെയാണ് സജീന്ദ്രൻ കുരുക്കിലായത്. കോവിഡ് കാലത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ദുരിതബാധിതർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നതിനായി കൊച്ചിൻ റിഫൈനറി സജീന്ദ്രന് കൈമാറിയത്. എന്നാൽ CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഈ തുക ഉപയോഗിച്ച് ഭക്ഷ്യധാന്യ വിതരണം നടപ്പിലാക്കിയില്ല. ജനങ്ങൾ ഇടപെട്ട് വിവരാവകാശം നൽകിയതിനെ തുടർന്നാണ് മണ്ഡലത്തിൽ ഭക്ഷ്യധാന്യ വിതരണം നടത്തിയിട്ടില്ലെന്ന് വ്യക്തമായത്. ഇതിനെ തുടർന്ന് വിജിലൻസിൽ പരാതി നൽകുകയും കേസെടുക്കുകയുമായിരുന്നു. സജീന്ദ്രനെ ഒന്നാം പ്രതിയാക്കിയായിരുന്നു കേസ്. കേസിനാസ്പദമായ സംഭവം നടന്നിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും സജീന്ദ്രനെ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത് അഴിമതി നടത്തിയതിന് വ്യക്തമായ തെളിവുള്ളതുകൊണ്ടാണെന്ന് B. ജയകുമാർ പറഞ്ഞു. 26 പ്രാവശ്യവും ഈ ചൊവ്വാഴ്ച ഉണ്ടായിരുന്ന കേസ് 26-ാം പ്രാവശ്യവും കേസ് പിന്നീട് നോക്കാം എന്നുള്ള രീതിയിൽ കേസ് മാറ്റിവെക്കുകയാണ്. 5 വർഷം സ്വന്തം കൈകൾ ശുദ്ധമാണെന്നും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്ന സജീന്ദ്രന് അഗ്നിശുദ്ധി വരുത്താൻ 5 വർഷം സമയമുണ്ടായി. അദ്ദേഹം അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല. കാരണം രേഖകളെല്ലാം അരി വിതരണം ചെയ്തതായിട്ടോ കിറ്റ് വിതരണം ചെയ്തതായിട്ടോ യാതൊരു രേഖകളും ഇല്ല. FIR റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സജീന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. വാദത്തിന് തയ്യാറാകാതെ സജീന്ദ്രൻ കേസ് നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നെന്ന് പരാതിക്കാരനായ B. ജയകുമാർ ആരോപിച്ചു. VP സജീന്ദ്രൻ കുന്നത്തുനാട്ടിലെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് വ്യക്തമായതോടെ അഴിമതി ആരോപണം മണ്ഡലത്തിൽ ചർച്ചയാക്കുകയാണ് ഇടതു ക്യാമ്പ്. എന്നാൽ തനിക്കെതിരായ ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത FIR-നെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് VP സജീന്ദ്രൻ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.